ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവസ്നേഹത്താൽ നിറഞ്ഞ് ജോലി മേഖലകളിൽ വ്യാപരിക്കാനുള്ള കൃപ നമുക്ക് ഏവർക്കും ഈശോ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ മറിയം ത്രേസ്യ ഇപ്രകാരം പറയുന്നു: ഏത് ജോലിയിൽ ഏർപ്പെട്ടിരുന്നാലും ദൈവസന്നിധിയിലാണെന്ന ഓർമ്മ വേണം. ദൈവ തിരുമനസ് നിറവേറ്റുകയാണ് നമ്മുടെ നിയോഗം. ഇന്ന് അലൈനിൽ നിന്നുള്ള നഴ്സുമാർ അവർ അനുഭവിച്ചറിഞ്ഞ ഈശോയുടെ സ്നേഹം നമ്മോട് പങ്കുവെക്കുമ്പോൾ ഈശോയുടെ കയ്യിലെ ഉപകരണങ്ങളായി നാമും മാറുവാനായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 24-ാം വാക്യം: നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്, അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. നമ്മളെ ഈശോ അവിടുത്തെ സൗഖ്യ ശുശ്രൂഷയിലേക്ക് വിളിച്ചിരിക്കുകയാണല്ലോ. നമ്മളുടെ കുടുംബത്തിലും നമ്മുടെ ജോലി മേഖലയിലും ഈശോയുടെ മഹനീയ സാന്നിധ്യം പലപ്പോഴും നമ്മൾക്ക് അനുഭവവേദ്യമായിട്ടുണ്ട്. ഈശോയുടെ ആ മഹനീയ സാന്നിധ്യം നമ്മൾക്ക് അനുഭവവേദ്യമായത് നമ്മൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു അവസരമാണിത്. അതിന് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമുക്കൊന്ന് പരസ്പരം പരിചയപ്പെടുത്തിയാലോ? എൻ്റെ പേര് അജി. ഞാൻ അലൈനിൽ 3 വർഷമായിട്ട് ജോലി ചെയ്യുന്നു. വീട് എറണാകുളം. എൻ്റെ പേര് സോണിയ. ഞാൻ അലൈനിൽ 2 മാസമായിട്ട് ജോലി ചെയ്യുന്നു. എൻ്റെ വീട് എറണാകുളം. എൻ്റെ പേര് റോജി. ഞാൻ അലൈനിൽ 14 വർഷമായിട്ട് ജോലി ചെയ്യുന്നു. എൻ്റെ വീട് കൊച്ചിൻ. എൻ്റെ പേര് ബിജി. ഞാൻ 4 വർഷമായിട്ട് അലൈനിൽ ജോലി ചെയ്യുന്നു. കുടുംബമായിട്ട് ഇവിടെ താമസിക്കുന്നു. നാട്ടിൽ ഞങ്ങൾ കോട്ടയത്താണ്. നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് പരിധികൾ കൽപ്പിക്കുന്നവരാണ്. നമ്മളുടെ കണക്കുകൂട്ടലുകളനുസരിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയെ മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്നവർ. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ന ദിവസത്തിനുള്ളിൽ ജോലി കിട്ടിയിരിക്കണം, അങ്ങനെയെല്ലാം ഒത്തിരി നിബന്ധനകളും ഡിമാൻഡ്സ് എല്ലാം തമ്പുരാന് മുമ്പിൽ വെച്ചിട്ടാണ് ഞാൻ ഈ UAE വരുന്നത്. അപ്പം 3 മാസം കഴിഞ്ഞു. അത് കഴിഞ്ഞ് 6 മാസം, 1 വർഷത്തോളം ജോലിയില്ലാതെ അലഞ്ഞ സമയത്ത് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. കാരണം ക്വാളിഫിക്കേഷൻ വെച്ച് നോക്കുമ്പോൾ ജോലി കിട്ടാൻ സാധ്യതയുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷെ ആ ഒരു പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോയത്. പക്ഷെ ജോലിയില്ലാതെ 1 വർഷത്തോളം ഇങ്ങനെ അലഞ്ഞു നടന്ന് പല വാതിലുകളും മുട്ടി അവസാനം ഒരു ക്ലിനിക്കിലെങ്കിലും കയറിയാൽ മതി എന്ന ഒരു അവസ്ഥയിൽ വരെ എത്തിയിട്ടും ജോലി ഇല്ലാത്തൊരവസ്ഥയിൽ മുന്നോട്ട് നീങ്ങിയപ്പോൾ ഞാൻ എന്നെ തന്നെ തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ തയ്യാറായപ്പോഴാണ് തമ്പുരാൻ എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങിയത്. കൂടുതലൊരു കംപ്ലീറ്റ് സറണ്ടറിങ് തമ്പുരാൻ്റെ മുമ്പിൽ ചെയ്തപ്പോൾ ഈശോ ഒത്തിരി അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായത്, ജോലിയില്ലാതെ അലഞ്ഞ സമയത്ത് എൻ്റെ ഒരു വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് തമ്പുരാൻ അത്രയും ഗ്യാപ്പ് ജോലി ഇല്ലാതെ എന്നെ അവിടെ നിർത്തിയതെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും ഗ്യാപ്പ് കിട്ടിയ സമയത്തിനുള്ളിൽ ഞാൻ നഴ്സസ് മിനിസ്ട്രി കൂട്ടായ്മയെക്കുറിച്ച് അറിയാനും അവിടുത്തെ പ്രാർത്ഥനകളിലെല്ലാം പങ്കുചേർന്ന് ആ കൂട്ടായ്മയുടെ ഒരു ഭാഗമായി മുന്നോട്ട് നീങ്ങാനും എൻ്റെ കഴിവും എൻ്റെ സമയവും എല്ലാം ഈശോയ്ക്ക് വേണ്ടി കുറച്ചുകൂടി ചെലവഴിക്കാനും എനിക്ക് പറ്റി. അപ്പോൾ അങ്ങനെ ആ അനുഭവങ്ങൾ പ്രാർത്ഥനയിൽ അത്രയും
അടുത്തത് കാരണം പിന്നീട് ജോലി കിട്ടിയതിന് ശേഷവും ജീവിതത്തിലുണ്ടായ പല പ്രശ്നങ്ങളും ഈശോയിൽ ആശ്രയിച്ച് മുന്നോട്ട് നീങ്ങാനും ഫേസ് ചെയ്യാനുള്ള ഒരു വലിയൊരു ശക്തി എനിക്ക് കിട്ടിയായിരുന്നു. അപ്പം നമ്മളെ എന്തെങ്കിലും കാരണത്താൽ തമ്പുരാൻ എന്തെങ്കിലും തരാനായിട്ട് ലേറ്റ് ആകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നല്ലത് തമ്പുരാൻ തരുന്നു, ഏതെങ്കിലും ഒരു പദ്ധതി തമ്പുരാൻ്റെ അതിൻ്റെ പുറകിലുണ്ട് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്ക്. ഇപ്പം ജോലി കിട്ടാൻ തടസ്സം ആയിരിക്കുന്ന സമയത്തും തമ്പുരാൻ അത് ഇഷ്ടമാണെങ്കിൽ ആ സമയത്ത് നമുക്ക് കിട്ടിയിരിക്കും. തക്ക സമയത്തെ തമ്പുരാൻ എപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ഇടപെടുള്ളൂ. അങ്ങനെയല്ലേ പലപ്പോഴും കൂടുതൽ നല്ല തരാൻ വേണ്ടിയിട്ട്. അങ്ങനെയല്ലേ ഈശോ തന്ന നല്ല ജോലി. അപ്പം അത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് കാണാം. ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു അതിനെ ഓർത്ത്. പക്ഷെ അതിന് മുമ്പുള്ള സമയങ്ങളിൽ സ്ട്രഗിൾ ചെയ്തത് ഇതൊരു നല്ലൊരു കാര്യത്തിനായിരുന്നു, മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാം ഫേസ് ചെയ്യാനുള്ളൊരു ശക്തിക്ക് വേണ്ടിയിട്ടായിരുന്നു എന്ന് അങ്ങനെ തോന്നിയിട്ടില്ലേ പലപ്പോഴും നമുക്ക്? ചേച്ചി പറഞ്ഞതുപോലെ തന്നെയാണ് എൻ്റെ അനുഭവം. ഞാൻ ഇവിടെ വരുമ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് പെട്ടെന്ന് തന്നെ ജോലി കിട്ടുമായിരിക്കുമെന്ന്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ മനസ്സിലായി എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്നത് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഒരു ദിവസം പള്ളിയിൽ വെച്ചിട്ട് ഞാനൊരു ചേച്ചിനെ പരിചയപ്പെട്ടു. ആ ചേച്ചിയാണ് എന്നോട് നേഴ്സസ് മിനിസ്ട്രി എന്ന കൂട്ടായ്മയെക്കുറിച്ചും ഇവിടെ പ്രാർത്ഥനയൊക്കെ നടക്കുന്നുണ്ടെന്നും പറഞ്ഞത്. അതിനുശേഷം ഞാൻ എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ ദൈവം അനുഗ്രഹിച്ച് എനിക്ക് അതിൽ കൂടാൻ പറ്റി. അവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്കും കുറച്ചുകൂടെ ഒക്കെ അനുഗ്രഹങ്ങളിലേക്ക് ദൈവത്തിലേക്ക് കൂടുതലോട്ട് അടുക്കാനായിട്ട് പറ്റി. ആ സമയം ഞാൻ ഒരുപാട് ജോലിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വിഷമിച്ച് ഒരുപാട് നടക്കുകയായിരുന്നു. അതേസമയം തന്നെ ഇവിടെ പല ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പിരിച്ചു വിടുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഒരാളുടെ ആൾക്കാരെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിനി ജോലി കിട്ടുമോ, എവിടെയെങ്കിലും ഒരു ജോലിയെങ്കിലും കിട്ടിയാൽ മതി. ആ ഒരു അവസ്ഥ വരെ ഞാൻ എത്തി. കിട്ടുമോ ഇല്ലയോ ഒന്നും എനിക്കറിയത്തില്ല. എവിടെയെങ്കിലും ഒരു ചെറിയ ചേച്ചി വിചാരിച്ച പോലെ തന്നെ ഒരു ഹോം കെയർ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. ആ ഒരു അവസ്ഥയിൽ എത്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ നേഴ്സസ് മിനിസ്റ്റർ കൂട്ടായ്മയിൽ വന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലുപരി ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ദൈവം എന്നിലൂടെ അത്ഭുതം പ്രവർത്തിച്ചു. എനിക്ക് അല്ലെങ്കിൽ തന്നെ ഒരു നല്ലൊരു ഹോസ്പിറ്റലിൽ നിന്ന് ഇൻ്റർവ്യൂവിന് വിളിക്കുകയും അവിടെ തന്നെ എനിക്ക് ജോലിക്ക് കയറാനായിട്ട് സാധിക്കുകയും ചെയ്തു. അങ്ങനെ ഇപ്പം ഞാൻ അവിടെ ജോലിക്ക് കയറിയിട്ട് 2 മാസമായി. അങ്ങനെ ദൈവം എന്നെ ഇപ്പോഴും ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തുന്നു. ദൈവം ഇപ്പം അത്ഭുതകരമായി ഇടപെട്ടിട്ടാണ് ഒരു ജോലി തമ്പുരാന് ഒരുക്കി തന്നത്. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കാം എന്തോ നല്ല കാര്യങ്ങൾ, ഇനിയും കൂടുതൽ ദൈവാനുഭവങ്ങൾ സോണിക്ക് കിട്ടാനായിട്ട് ദൈവം ഇപ്പോഴേ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ജോലി കിട്ടാനുള്ള തടസ്സം തമ്പുരാൻ മാറ്റി നമ്മൾ അതിനകത്തേക്ക് പ്രവേശിച്ചു. വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന പലർക്കും ഈശോ കൂടെ ഉണ്ടായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. നമ്മൾ കണ്ടിട്ടില്ലേ, പല പടങ്ങൾ കണ്ടിട്ടില്ലേ, അതിൻ്റെ അകത്ത് നഴ്സസിൻ്റെ കൂടെ ഈശോ നിൽക്കുന്നു, ഈ ഇഞ്ചക്ഷൻ കൊടുക്കും, വീഡിയോസും കണ്ടിട്ടുണ്ട്. ഇഞ്ചക്ഷൻ കൊടുക്കുമ്പം ഈശോ കയ്യിൽ പിടിച്ച് ചെയ്യിക്കുന്നു, എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കാണുമ്പോൾ നമ്മൾക്ക് തോന്നും ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കൂ, അവിശ്വസനീയം എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കും. പക്ഷേ അത് ആ ഒരു അനുഭവം ഉണ്ടായ വ്യക്തിക്ക് മാത്രമാണ് ഇതൊക്കെ വാസ്തവമാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്താൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള അനുഭവങ്ങളുള്ളവർ നമ്മളുടെ കൂട്ടത്തിലുണ്ട് അല്ലേ? എനിക്ക് ശരിക്കും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ 28 വർഷമായി ICUലാണ് ജോലി ചെയ്യുന്നത് കേട്ടോ. 14 വർഷത്തോളം ഞാൻ മസ്കറ്റിലായിരുന്നു ജോലി ചെയ്തത്. ഇവിടെ വന്നിട്ട് ഇപ്പം 14 വർഷമായി. അപ്പം ഇവിടെ വന്ന് ഈ 14 വർഷം ഞാനിപ്പോൾ നമ്മുടെ കൂട്ടായ്മയിലൊക്കെ വരാൻ തുടങ്ങിക്കഴിഞ്ഞ പിന്നെ ICU എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നേ കിടക്കുന്ന ഒരു രോഗിയെ ഞാൻ നോക്കുക, അവരുടെ ആത്മീയവും ശാരീരികവും എല്ലാ കാര്യങ്ങളിലും ഞാനാണ് കയറി ചെയ്യുന്നത്. അങ്ങനെ ഒരു ബോധ്യത്തോടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്തിരിക്കുന്നത്. അത് എൻ്റെ ഒരു അനുഭവം പറയാം. ഞാനൊരു ദിവസം നൈറ്റ് ഡ്യൂട്ടിയിൽ ഏകദേശം 1 വർഷങ്ങൾക്ക് മുന്നേ ഒരു മലയാളി അല്ലാത്തൊരു പേഷ്യൻറ്റ്, അവർ വെന്റിലേറ്റർ കിടക്കാന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പേഷ്യൻറ്റിന് ഒന്നുമില്ല പറയാൻ, സെഡേഷൻ കൊടുത്ത് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഈ രോഗിക്ക് ഭയങ്കരമായിട്ട് വെന്റിലേറ്റർ ന്യൂമോണിയ ഭയങ്കര വെരി ബാഡ് സ്റ്റേജാണ്. ഡോക്ടർമാർ പറഞ്ഞു സമയമെടുക്കും, ഒരു 1.5 മാസം എടുക്കും ഇത് ശരിയാകണമെന്നൊക്കെ പറഞ്ഞ്. ശരിയാണെങ്കിൽ അങ്ങനെ ഇരുന്ന ഒരു അവസരത്തിൽ ഈ രോഗിനെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് നോക്കാൻ കിട്ടുക. ഇപ്പോൾ ഈ രോഗിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഡോക്ടർമാർ കൊടുക്കാവുന്ന അത്രയും മരുന്നുകൾ കൊടുത്തു, ഒന്നും പറ്റണില്ല. കുറേ ദൂരം നോക്കി, കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഒത്തിരി ടെൻഷൻ വറീഡാണ്. ഇത്രയും മരുന്ന് കൊടുത്താലും കണ്ണ് തുറന്ന് നോക്കും, നമ്മളോട് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ, വയൽ ട്യൂബല്ലേ ഇരിക്കുന്നത്. എങ്ങനെയൊക്കെ നോക്കി അവർ എങ്ങനെ എഴുതണം അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുക. കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു, നിനക്ക് മദർ മേരീനെ പറ്റി അറിയാമെന്ന്. അപ്പോൾ അറിയാമെന്ന് പറഞ്ഞു. ക്രിസ്ത്യാനിയാണ്, പക്ഷേ മദർ മേരി അറിയാമെന്നുള്ളതേ ഉള്ളൂ, കൊന്തയൊന്നും ചെല്ലാൻ അറിയത്തില്ല.
ഞാൻ സാധാരണ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എൻ്റെ ബാഗിൽ ഒരു എക്സ്ട്രാ കൊന്ത കാണും. കാരണം ആരെങ്കിലും ആർക്കും കിട്ടും. അപ്പോൾ ഞാൻ വേഗം ഈ കൊന്ത എടുത്ത് കൊടുന്ന് പറഞ്ഞിട്ട് ഇവളുടെ കൈ കൊടുത്തു. അപ്പോൾ ഇവള് കേൽമേരിയൊക്കെ ചെല്ലുന്നുണ്ടായിരിക്കും, എന്തോ കൊന്ത പില്ലോടെ അടി വെക്കാൻ തുടങ്ങിയപ്പം വേഗം കൈ വാങ്ങിച്ചു. അപ്പോൾ എന്നിട്ടും പിന്നെ കൊന്ത ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടും വലിയ ഉറക്കമൊന്നും വരുന്നില്ല. അപ്പം സമയം ഓൾറെഡി 1 o'clock ആയി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, നിനക്ക് നമ്മളെ ഒന്ന് പതുക്കെ മേൽ തുടച്ചിട്ട് നീ അങ്ങ് ഉറങ്ങാം, നീ ഇത്ര നേരമായില്ലേ നോക്കും. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കൂടെ വിളിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ വേഗം മേൽ കഴുകി കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ കണ്ണടച്ചുകൊണ്ട് കിടക്കുമായിരുന്നു. പെട്ടെന്ന് കണ്ണ് തുറന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് എഴുതാൻ പേപ്പർ വേണമെന്ന്. കാരണം ഇടാൻ പറ്റത്തില്ലോ, എഴുതാൻ പേപ്പർ. അപ്പോൾ ഞാനോട് എൻ്റെ ഈശോ ഇത്രയും നേരമായിട്ടും ഇവൾ ഉറങ്ങണില്ല, എന്താ ചെയ്യണേ? അപ്പോൾ ഞാൻ വേഗം പറഞ്ഞു, ഓക്കെ നിനക്ക് തരികയില്ല എന്നാൽ ആദ്യമേ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്ലീസ് അവൾ കൈ കാണിക്കുക. അപ്പോൾ ഞാൻ ഓക്കെ ഒരു പേപ്പർ കൊടുത്തു. ഞാൻ ഒറ്റ പ്രാവശ്യം തരും, ഇത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു, എഴുതില്ല, നീ ഉറങ്ങണം എന്ന് പറഞ്ഞു. അപ്പം വേഗം പേപ്പർ കൊടുത്തു, പേനയും കൂടെ കൊടുത്തു. അപ്പം വേഗം എന്നോട് ചോദിച്ചു, ഹൂ ഈസ് ദ മെൻ വിത്ത് യു എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു നോ. അപ്പോൾ ഞാനൊരു പെട്ടെന്ന് പേടിച്ചു പോയി. കാരണം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ ഇവള് ഫീമെയിൽ പേഷ്യൻറ്റ്, മെൻ ആരാണ്? ഞാൻ പറഞ്ഞു ഞങ്ങൾ രണ്ടും ഫീമെയിൽ ആയിരുന്നു, ആരും പുറത്തൊന്നും വന്നില്ല, ഡോർ ലോക്കാണ്, ആരും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പിന്നെ അവൾ എഴുതി, വൺ നൈസ് മെൻ വാസ് വിത്ത് യു ആൻഡ് ഹി വാസ് ടോക്കിംഗ് ടു മീ, ഹി ഗേവ് മീ ഫുഡ്, ഹി ഹംബർഡ് മീ ആൻഡ് ഹി വെന്റ് അപ് ടു ദ സ്കൈ. അത്ര അവൾ എഴുതുക, വെന്റ് അപ് ടു ദ സ്കൈ ആൻഡ് ഹി പുട്ട് മീ ഡൗൺ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ ഇച്ചിരി നേരം ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, മേ ബി ജീസസ്. അപ്പോൾ അവൾ എസ് എന്ന് എഴുതി, പേപ്പറിൽ എസ് എന്ന് എഴുതി പേപ്പറിൽ. അപ്പം ഞാനന്നേരം ഓർക്കുവാണ്, കൊന്തയല്ലി മാതാവ് ഇതാ സ്വന്തം പുത്രനെ വിട്ടിരിക്കുന്നത്. അപ്പം ഈശോ നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മള് എന്റെ അപ്പൊ ഞാൻ ആ പേപ്പർ കൊടുത്തോണ്ട് എനിക്ക് മനസ്സിലായി ഈശോ കൂടെ ഉണ്ടെന്ന് രോഗിയാണ് പറയുന്നത്, സാക്ഷ്യപ്പെടുത്തുന്നു, രോഗി സാക്ഷ്യപ്പെടുത്തുന്നു. അതിലും കൂടുതലായിട്ട് ഈ ഉറങ്ങാതെ കിടന്ന രോഗി 5 മണിക്ക് ഞാൻ ബ്ലഡ് ടെസ്റ്റ് എടുക്കണം. അപ്പോൾ 5 മണിക്ക് വിളിക്കാൻ നോക്കിയപ്പോൾ ഇപ്പോൾ നല്ല ഉറക്കാം. എഗെയിൻ ഞാൻ ഓർത്തു 6 മണി വരെ ഉറങ്ങിക്കോട്ടെ. 6 മണിക്ക് വിളിച്ചു, ബ്ലഡ് ടെസ്റ്റ് എടുത്തു, നല്ല പോലെ ഉറങ്ങിയെന്ന് പറഞ്ഞു. മീൻസ് സ്ലെപ്റ്റ് വെൽ, തലകുലുക്കി നല്ലപോലെ ഉറങ്ങിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അന്നിപ്പം ബ്ലഡ് ഗ്യാസിനകത്തുനിന്ന് ഓക്സിജന് 100% 80% ആക്കി. രാവിലെ തന്നെ കുറച്ചു. അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും 50% ആക്കി വെന്റിലേറ്ററിൻ്റെ ഓക്സിജനെ. അങ്ങനെ കുറച്ചു. നെക്സ്റ്റ് ഡേയിൽ 1 മാസം കഴിഞ്ഞ് മിക്കവാറും ഇത് എസ്റ്റിമേറ്റ് ചെയ്യാമെന്ന് നെക്സ്റ്റ് ഡേയിലിനെ എസ്റ്റിമേറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും ഡോക്ടർ വന്നു പറഞ്ഞു, ഇറ്റ് വാസ് എ മിറക്കിൾ എന്ന് പറഞ്ഞു. കാരണം നെക്സ്റ്റ് ഡേയിൽ എസ്റ്റിമേറ്റ് ഓൾറെഡി 3 days കഴിഞ്ഞു. ഇത് ഏകദേശം ഒരു 1 month അവർ ഡോക്ടർ പറഞ്ഞു കിടക്കും, വെരി പുവർ പ്രോഗ്നോസ്, അതായത് വളരെ പെട്ടെന്ന് ക്യൂറാകില്ല എന്നൊക്കെ പറഞ്ഞ സ്ഥിതിയായിരുന്നു. അങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്തപ്പോൾ അവള് മിറക്കിൾ, ഇറ്റ് വാസ് എ മിറക്കിൾ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവള് പറയാണ്, സം ഏഞ്ചൽസ് പ്രേഡ് ഫോർ മീ എന്ന്. ആരാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ മാലാഖമാരാന്ന് പറഞ്ഞ് അത് നമ്മുടെ ഒരു രോഗിയിൽ നിന്ന് പ്രൈസ് അങ്ങനെ ഒരു കേൾക്കാനിടയായി. ഇതൊരു ഭയങ്കര ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നുന്നു. കർത്താവ് ഒത്തിരി നമ്മളുടെ കൂടെ തന്നെ നടക്കുന്നു എന്നുള്ളതിന് വേറെ തെളിവ് വേണ്ട. ശരിക്കും കർത്താവ് കൂടെ തന്നെ ഉണ്ട്. ശരിക്കും ഭൂമിയിലെ നമ്മളെ വിളിച്ച് വേർതിരിച്ചവൻ വിശ്വസ്തനാണെന്ന് ആദ്യം നമ്മൾ പറഞ്ഞില്ലേ, അതുപോലെ നമ്മൾ ജോലി മേഖലയിൽ കർത്താവ് ഇടപെടുന്നു, അത് കൂടെ നടക്കുന്നു. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം കർത്താവ് കാണുന്നു. അതുകൂടാതെ നമ്മളുടെ കുടുംബത്തിലും കർത്താവ് ഇടപെടും. നമുക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, പലർക്കും ഷെയർ ചെയ്യാനുണ്ടാവും അങ്ങനത്തെ അനുഭവങ്ങൾ. കാരണം കുടുംബജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ, ആർക്കെങ്കിലും രോഗികളായിരിക്കുന്ന സമയത്തോ എല്ലാം കർത്താവ് കൈപിടിച്ച് അവരെ നടത്തിയതും സൗഖ്യപ്പെടുത്തിയതുമായ അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ടാവും അല്ലേ? ഉണ്ട്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവ് ഒരുപാട് പ്രാവശ്യം ഇടപെട്ടിട്ടുണ്ട്. അതിപ്പോൾ റീസെൻ്റ്ലി ഇടപെട്ട ഒരു സംഭവം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാം. എൻ്റെ ചേച്ചി കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത്, നേഴ്സാണ്. ഒരു കുടുംബമായിട്ട് അവിടെ താമസിക്കുകയാണ്. അങ്ങനെ ജോലിയിൽ ഒരു ദിവസം അവൾ ഡ്യൂട്ടിക്കിടയ്ക്ക് കുഴഞ്ഞു വീണു. അപ്പം പെട്ടെന്ന് അവർ കോഡ് ബ്ലൂ വിളിച്ചു, ഇൻറ്റുബേറ്റ് ചെയ്തു, വെന്റിലേറ്ററിലായി ICUലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ CT സ്കാൻ ചെയ്യുമ്പോഴാണ് അറിയുന്നത് അവൾക്ക് അനൂറിസം, അതായത് നമ്മുടെ ഞരമ്പ് പൊട്ടുക എന്ന് പറയല്ലേ, നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഞരമ്പ് പൊട്ടുക. അങ്ങനെ ഒരു സ്ഥലത്ത് ഞരമ്പ് പൊട്ടി ബാക്കി 2 ഞരമ്പുകൾ ഇങ്ങനെ പൊട്ടാറായിരിക്കുന്ന അവസ്ഥയാണ്. അങ്ങനെ വളരെ ക്രിട്ടിക്കലായിട്ട് വെന്റിലേറ്ററിലാണ്. രക്ഷപ്പെടാൻ ആൾ ജീവിക്കത്തില്ല എന്നാണ് എല്ലാവരും വിധി എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് സംഭവിക്കുന്നത് രാത്രിയിലാണ്, ഞങ്ങൾ അറിയുന്നത് രാവിലെയാണ്. അപ്പോൾ ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴാണ് ഇങ്ങനെ ഈ സംഭവങ്ങൾ അറിയുന്നത്. അപ്പോൾ തന്നെ ഞാൻ ഈ നേഴ്സസ് മിനിസ്ട്രി നമ്മുടെ കൂട്ടായ്മയിലേക്ക് ഒരു പ്രയർ റിക്വസ്റ്റ് ഇട്ടു. അപ്പം കുറേ പേരെന്നെ വിളിച്ചു, നീ വിഷമിക്കേണ്ട, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു.
അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ നേരെ നമ്മുടെ ആരാധനാ ചാപ്പലിലേക്ക് പോയി കുറേ സമയം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ ഡോക്ടേഴ്സിന് ഇത് ന്യൂറോ ഹോസ്പിറ്റലിലല്ല ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ന്യൂറോയുടെ ഹോസ്പിറ്റലിലേക്ക് ഇവളെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അത്രയും അൺസ്റ്റേബിളാണ് പേഷ്യൻ്റ്, അവർ റെഡിയല്ല ഷിഫ്റ്റ് ചെയ്യാൻ. അങ്ങനെ ഉച്ച കഴിഞ്ഞപ്പം ഈ നമ്മുടെ കൂട്ടായ്മ, അതായത് നമ്മുടെ പ്രാർത്ഥന, കുവൈറ്റ് നേഴ്സസ് മിനിസ്ട്രിയുടെ പ്രത്യേകം പ്രാർത്ഥന, എല്ലാവരുടെയും വളരെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഉച്ച കഴിഞ്ഞ് അവർ ഡിസൈഡ് ചെയ്തു ഈ ന്യൂറോയുടെ ഹോസ്പിറ്റലിലേക്ക് അവളെ ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ഷിഫ്റ്റ് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ഫസ്റ്റ് കേസ് അവർ ബുക്ക് ചെയ്തു. അതായത് അവരാദ്യം ഡിസൈഡ് ചെയ്യുന്നത് ഈ തല തുറക്കാതെ തന്നെ ഇതിനെ ലൊക്കേറ്റ് ചെയ്ത് റിപ്പയർ ചെയ്യാം, അങ്ങനെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ കേസ് എടുത്തു, ഒട്ടി ഷിഫ്റ്റ് ചെയ്തു. അവർക്ക് ആ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയല്ല, ഓപ്പൺ ചെയ്യാതെ തിരിച്ചവർ ICUലേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ അവർ 2:30 ഉച്ച കഴിഞ്ഞ് വീണ്ടും ഈ കേസ് എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അപ്പം നമുക്ക് ഭയങ്കര, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വിഷമാണ്. ഞാനിങ്ങനെ മുറിയിലൂടെ പ്രാർത്ഥിക്കാനോ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാനോ സാധിക്കാത്തൊരവസ്ഥയാണ്. അപ്പം ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പം പെട്ടെന്ന് എൻ്റെ ഫോൺ അടിച്ചു. അപ്പം ഞാൻ ആ ഫോൺ എടുത്തപ്പം ഒരു ചേച്ചിയാണ്, നേഴ്സസ് മിനിസ്ട്രിയിലുള്ള ഒരു ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടി ബിജി, ഇപ്പോഴല്ലേ അവർ OT-യിലെടുക്കുമെന്ന് പറഞ്ഞു, നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ജെറമിയ 33:3, എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും, നിൻ്റെ ബുദ്ധിക്ക് അതീതമായ നിഗൂഢവും രഹസ്യവുമായ കാര്യങ്ങൾ നിനക്ക് ഞാൻ വെളിപ്പെടുത്തും. അപ്പം ഈ ചേച്ചി പറയുകയാണ്, ഈശോയെ ഈ സമയം ആ സർജൻ്റെ കൈക്ക് നീ ഒന്ന് പിടിക്കണേ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ ജ്ഞാനം കൊടുത്ത് ഈ പോയിന്റിനെ ഒന്ന് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കണേന്ന്. അതുപോലെ തന്നെ കൂടെയുള്ള സർജൻസിന് പരിശുദ്ധാത്മാവിനാൽ ഒന്ന് നിറയ്ക്കണേ, നിൻ്റെ സാന്നിധ്യത്താൽ കർത്താവ് നീ കാണിച്ചു കൊടുക്കണേ. ഭയങ്കര ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന എന്നെ ഒത്തിരി ശക്തിപ്പെടുത്തി. ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എനിക്കൊരു പ്രത്യേക ഒരു ശക്തി കിട്ടി, ഒരു ധൈര്യം കിട്ടി എനിക്ക്. അങ്ങനെ 10-12 മണിക്കൂർ നീണ്ടുനിന്ന വലിയ സർജറിയാണ്, നമുക്കറിയാം. അതൊക്കെ കഴിഞ്ഞ് രാത്രിയിൽ ഒരു 11:30-12 കൂടിയാണ് ഇവിടെ വെളിയിലിറക്കുന്നത്. അപ്പം നമുക്കറിയത്തില്ല ഏത് കണ്ടീഷനിലാണ് ഇയാൾ വെളിയിലിറങ്ങുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. അത് കഴിഞ്ഞ് എനിവേ പിറ്റേ ദിവസമൊക്കെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഈശോയെ വെന്റിലേറ്ററിലാണെങ്കിൽ പോലും കർത്താവെ, നമ്മൾ ഈശോയുമായിട്ടൊരു ഇതുണ്ടല്ലോ, നമുക്ക് ഒരു പ്രത്യേക ബന്ധം. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവെ ഈ വെന്റിലേറ്ററിലാണെങ്കിൽ പോലും അവൾ സ്റ്റേബിളാണെന്നൊന്ന് അറിയുന്നത് വരെ ഞാൻ ഒരു ഭക്ഷണമോ പാനീയമോ ഞാൻ തൊടുകയില്ല. അങ്ങനെ ഒരു പ്രത്യേക വാശി എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു. പ്രിയ സഹോദരങ്ങളെ, 25 ദിവസം അവൾ കണ്ണു തുറന്നിട്ടില്ല ഈ സർജറി കഴിഞ്ഞ്. പിറ്റേ ദിവസം തന്നെ അവർ രാവിലെ എന്ന് ഡോക്ടേഴ്സ് വന്ന് അവർ ഈ സഡേഷൻ കുറച്ചിട്ട് നോക്കും. അപ്പോൾ എൻ്റെ ഒരു കസിനുണ്ട്, അവൻ ന്യൂറോ സർജറിയിലെ മേൽനേഴ്സാണ് അവിടെ. അപ്പോൾ അവൻ പറഞ്ഞു, ചേച്ചി 1 മിനിറ്റെങ്കിലും ഈ പേഷ്യൻ്റ് കണ്ണു തുറക്കേണ്ടതാണ്. അങ്ങനെയാണ് അവിടെ റുട്ടീൻലി നടക്കുന്നത്. അപ്പോൾ ഈ എൻ്റെ ചേച്ചി മാത്രം 25 ദിവസമായിട്ട് കണ്ണു തുറന്നിട്ടില്ല. അപ്പം എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നമ്മുടെ ആരാധനാ ചാപ്പലിൽ ചെല്ലും, കർത്താവെ ഇന്നും കണ്ണു തുറന്നിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോരും. അങ്ങനെ 25-ാം പൊക്കം കണ്ണു തുറന്നു. അപ്പം ശരിക്കും ഞാൻ ചിന്തിക്കുന്നത്, അതായത് 2-3 ദിവസം കഴിയുമ്പോൾ കണ്ണ് തുറക്കുമ്പം നമ്മൾ വിചാരിക്കും അതിനൊരു പ്രസക്തിയില്ല. അപ്പോൾ ഇത് ശരിക്കും 25 ദിവസം കഴിഞ്ഞ് കണ്ണ് തുറക്കാമെന്ന് പറയുമ്പോൾ അത് കർത്താവിൻ്റെ വലിയൊരു അത്ഭുതമാണ്, അല്ലേ, വലിയൊരു ഇടപെടലാണ്. ആ 25 ദിവസം കണ്ണ് തുറന്നിട്ട് ഇവള് അപ്പോൾ ഇങ്ങനെ എൻ്റെ കസിനാന്ന് പറഞ്ഞ് അവൻ ചെന്നിട്ട് ചോദിച്ചു, ചേച്ചിക്ക് എന്നെ മനസ്സിലായെങ്കിൽ ഒന്ന് കണ്ണടച്ച് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കണ്ണടച്ച് കാണിച്ചു, കാരണം വെന്റിലേറ്ററിലാണ്. അത് കഴിഞ്ഞ് ഡോക്ടേഴ്സ് പറഞ്ഞു, ഇങ്ങനെ തൊണ്ട തുളച്ച് ഇങ്ങനെ വെന്റിലേഷൻ കൊടുക്കേണ്ടി വരും, ബ്രീതിങ് കൊടുക്കേണ്ടി വരും, ട്രക്കിയോസ്റ്റമി അങ്ങനെ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഒരു 2-3 ദിവസം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാൻ ഡോക്ടേഴ്സിനോട് പറ. അങ്ങനെ അവർ പറഞ്ഞു, ഡോക്ടറിനോട് പറഞ്ഞു, 2 ദിവസം കൊണ്ട് അവൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് അവർ എസ്റ്റിമേറ്റ് ചെയ്തു, ഈ ട്യൂബ് ഊരി സ്റ്റെപ്പ് ഡൗൺ ചെയ്തു റൂം എയറിലാക്കി. ആ റൂം എയറിൽ പുള്ളിക്കാരി ടോളറേറ്റ് ചെയ്തു. അപ്പോൾ അവളുടെ കിടപ്പെന്ന് പറഞ്ഞാൽ ഒരു തളർന്ന ഒരവസ്ഥയിലാണ്, അതായത് ഈ കഴുത്തിന് താഴോട്ട് ഒരു ചലനങ്ങളുമില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ സംസാരശേഷി ഈ ട്യൂബ് ഊരിയിട്ടും 7 ദിവസത്തേന് പുള്ളിക്കാരി സംസാരിച്ചിട്ടില്ല, ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ബ്രെയിൻ്റെ ഈ സർജറി ഏത് ഭാഗത്താണ് അഫക്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. അപ്പം അങ്ങനെ 7 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഫാദർ ജീവിച്ചിരിപ്പുണ്ട്, പ്രായമായി. അപ്പം ഞാനിങ്ങനെ ജാച്ചനോട് പറഞ്ഞു, ജാച്ച ഇങ്ങനെ ഇതുവരെ അവളൊന്നും സംസാരിച്ചിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇച്ചിരി സമയം കേട്ടിട്ട് എൻ്റെ അച്ഛൻ പറഞ്ഞു,
നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേടി ഈശോ ഇടപെടും. അപ്പോൾ അത് എന്നെ ഒത്തിരി നമ്മുടെ പ്രായമായവർ ഒരു വാക്ക് പറയുന്നത് നമ്മളെ ചില സമയത്ത് ഒത്തിരി ആശ്വസിപ്പിക്കും. അത് കഴിഞ്ഞ് ഈ ചാച്ചൻ ഫോണിലൂടെ ഇവളെ നമ്മളെ പണ്ടൊക്കെ ചെറുപ്പകാലങ്ങളിൽ വിളിക്കുകയല്ലേ, അജി 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 ഇങ്ങനെ വിളിക്കുവാണ്. പെട്ടെന്ന് ഇവൾ ചോദിച്ചു എന്നാ ചാച്ചാന്ന്. അങ്ങനെയാണ് അവൾ ആദ്യമായിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് അവൾ ഈ ഞാൻ പറഞ്ഞല്ലോ കയ്യോ കാലോ ശരീരത്തിൻ്റെ റൈറ്റ് സൈഡോ ലെഫ്റ്റ് സൈഡിനോ ഒന്നും മൂവ്മെൻ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ 2-3 പ്രാവശ്യം കർത്താവെ കൈയൊന്ന് പൊക്കാൻ സാധിക്കണേ അങ്ങനെ പ്രാർത്ഥിക്കുമ്പം ഞാൻ കണ്ടത് ആ ഓരോ കാര്യങ്ങളും കർത്താവ് 2-3 ദിവസം കൊണ്ട് സാധിച്ചു തരും. ആദ്യം കൈ പൊക്കി, വലത്ത് കൈ പൊക്കി ആഹാരം കഴിക്കുന്നു, ഇടത്ത് കൈ പൊക്കി ആഹാരം ഇങ്ങനെ പൊക്കുന്നു, തലയിലൊക്കെ തൊടുന്നു. പിന്നെ കാല് പൊക്കി ഞങ്ങൾ പറഞ്ഞു നീ കാലിങ്ങനെ പുറകോട്ടൊന്ന് വലിച്ചേ, അങ്ങനെ കാണിച്ചു. അത് കഴിഞ്ഞ് ഇടത്ത് സൈഡ്, റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ്, അങ്ങനെ എല്ലാം ബോഡി മൂവ് ചെയ്തു. 3 ദിവസം എടുത്തു. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ആ കാലയളവിൽ ചെയ്യുവാണ്. പിന്നീട് അവളെ പിടിച്ച് നിർത്തി, കാലിന് ബലയില്ലായിരുന്നു. പിന്നീട് പിടിച്ച് നിർത്തി, ആദ്യം സപ്പോർട്ടോടുകൂടി നടത്തി, പിന്നെ സപ്പോർട്ടില്ലാതെ നടത്തി, പിന്നെ കൈവീശി ആൾ നടക്കാൻ തുടങ്ങി. ഒരംഗവൈകല്യം ഇല്ലാതെ കർത്താവ് നടത്തി. കംപ്ലീറ്റ് ഹീലിങ്. അപ്പം ഞാൻ നേഴ്സസ് മിനിസ്ട്രിയുടെ നമ്മുടെ ഒരു നൈറ്റ് വിജിലുണ്ടായിരുന്നു. അപ്പോൾ ആ നൈറ്റ് വിജിലിൻ്റെ തലേദിവസമാണ് ഈ കണ്ണ് തുറക്കുന്നത്. അപ്പം ഞാനിങ്ങനെ വന്ന് ആരാധനയ്ക്ക് കർത്താവിനോട് നന്ദി പറയുകയാണ്. കർത്താവ് ഇന്നലെ കണ്ണ് തുറന്നു എന്നിങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ സഹോദരങ്ങളെല്ലാം കൂടി ഭയങ്കരമായിട്ട് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടത്തിലുള്ള ഒരു സഹോദരി പറഞ്ഞു, കർത്താവെ അടുത്ത നൈറ്റ് വിജിലിന് വരുന്നതിന് മുമ്പ് പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു ബിജിയുടെ ചേച്ചി ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ ഇടയാകണമെന്ന്. തീർച്ചയായിട്ടും ആ നെക്സ്റ്റ് നൈറ്റ് വിജിലിന് മുമ്പ് അവൾ സൗഖ്യം പ്രാപിച്ചു, ഹോസ്പിറ്റലിൽ വിട്ടു, പൂർണ്ണ സൗഖ്യം പ്രാപിച്ച്. പിന്നീട് അവളെ ഒരു മാസത്തേന് ചെറിയൊരു ഫിസിയോതെറാപ്പിക്ക് വേണ്ടി വേറൊരു ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്തു. അവിടുന്ന് നവംബർ 9 അവൾ ഡ്യൂട്ടി ജോയിൻ ചെയ്തു. അന്നേരം ദൈവത്തിൻ്റെ വലിയ കരുണയാൽ എനിക്കും പോകാൻ സാധിച്ചു. ഞാനവിടെ ചെന്ന് ഞാനാണ് ജോയിൻ ചെയ്തതെന്ന് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ ചെന്നപ്പം അവിടുത്തെ ഡോക്ടേഴ്സും നേഴ്സുമാരും അവരുടെ ഇൻചാർജും ഒക്കെ ഓടി വന്ന് അവരുടെയൊക്കെ കണ്ണ് നിറയുന്ന കാഴ്ച ശരിക്കും ഞാൻ നേരിട്ട് കണ്ടു. ഒരു പറഞ്ഞത് ഭയങ്കര അത്ഭുതമാണ്. ശരിക്കും ബിജിയുടെ കൂടത്തിൽ, ചേച്ചിയുടെ കൂടത്തിൽ വർക്ക് ചെയ്യുന്ന ഇത് നമുക്ക് തന്നെയല്ല, കുവൈറ്റ് നേഴ്സസ് മിനിസ്ട്രി അവരെല്ലാവരും വന്ന് കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായി. പിന്നീട് ഞാൻ ഈ വചനത്തിൻ്റെ വലിയ ശക്തി, പ്രത്യേകിച്ച് ഈ ജെറമിയ 33:3 ഈ വചനം നമ്മുടെ വാട്സപ്പിലൊക്കെ നമുക്ക് മനുഷ്യ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങളില്ലേ, ചില ബ്ലീഡിങ് പോയിന്റുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈ വചനം കണ്ടുപിടിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾ വരും. ഈ വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ. ചേച്ചി സാക്ഷി പറഞ്ഞപ്പോൾ ഞാൻ ഈ എൻ്റെ മനസ്സിൽ വന്നതാണ്, കൈ പൊക്കാനായിട്ട് പ്രാർത്ഥിച്ചു. അതൊരു വാശിയോടെയാണ് തമ്പുരാനോട് പറയണത്. എന്ന് വെച്ചാൽ അത്രയും ഒരു ഫ്രീഡം തമ്പുരാനുമായിട്ട് ഉണ്ടായി എന്നുള്ളതാണ്. അതുകൂടാതെ നമ്മളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾക്ക് പലപ്പോഴും നിസ്സഹായരായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഒരു കൂട്ടായ്മയുടെ പ്രാധാന്യം, ഈ 2 കാര്യങ്ങളാണ് ഇത് പറഞ്ഞു. അപ്പൊ പലർക്കും ഈ സാക്ഷ്യങ്ങൾ ഇത് കേൾക്കുമ്പോൾ, നമ്മളുടെ ദൈവാനുഭവം കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഈശോ എങ്ങനെ നമ്മളുടെ ഈശോയ്ക്ക് നഴ്സുമാർ എത്ര കരുണയുള്ള നഴ്സുമാരോട് എത്ര സ്നേഹവും കാരണം നമ്മൾ ഈശോയുടെ വേദനിക്കുന്ന മക്കളെ ശുശ്രൂഷിക്കുന്നവരാണ്. അപ്പൊ ശരിക്കും ഈശോ നമ്മളുടെ ജീവിതത്തിൽ അവിടത്തോട് കൂടി ചേർന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഈശോയ്ക്ക് അത്ഭുതം പ്രവർത്തിക്കാതിരിക്കാൻ വയ്യ. തീർച്ചയായിട്ടും കാണാതിരിക്കാൻ വയ്യ. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. വചനത്തിന്റെ പ്രാധാന്യം പറഞ്ഞപ്പോഴാണ് മനസ്സിൽ വന്നത്, വചനം നമ്മളുടെ ഓരോ കാര്യത്തിനും നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ വചനം നമ്മളെ ആശ്വസിപ്പിക്കുന്നതായിട്ട്.
ഇപ്പോൾ കൂട്ടായ്മയിൽ വരുന്നതിനും മുൻപുമായിട്ട് നമുക്ക് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്, വചനം നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ പലപ്പോഴും? ഉറപ്പായിട്ട് അത് പറയുകയാണെങ്കിൽ എനിക്ക് നന്നായിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം വചനത്തെ നമ്മൾ എന്ന് മുറുക്കെ പിടിക്കുന്നോ അപ്പോൾ ശരിക്കും ദൈവം നമ്മളെ ചേർത്ത് പിടിച്ച് ദൈവത്തോടൊപ്പം നമ്മളെ കൊണ്ട് നടക്കുന്ന ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം എൻ്റെ ഈ വിസ തീരുന്ന സമയത്ത്, എൻ്റെ രണ്ടാമത്തെ വിസ തീരുന്ന സമയമായപ്പോഴത്തേക്കിനും അവരോട് തലേദിവസം ഞാൻ അവരോട് അതിന് മുമ്പുള്ള ദിവസങ്ങളിൽ ഞാൻ അവരോട് വിളിച്ച് ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇനി എങ്ങനെ എനിക്ക് വിസ നിങ്ങൾ അടിച്ചു തരുമോ എന്നൊക്കെ ഞാൻ അവരോട് അന്വേഷിച്ചു. അപ്പോൾ അവർ പറയുന്നത് പെനാൽറ്റി അടച്ച് നിൽക്കാനാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എത്ര ദിവസം നിൽക്കണം, എങ്ങനെ നിൽക്കണമെന്നൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ ശരിക്കും എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ, എല്ലാം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. അങ്ങനെ ദൈവത്തിനെ പ്രാർത്ഥിച്ച് ഞാനിരുന്നു. നാളെയാണ് വിസ തീരുന്നെങ്കിൽ അതിൻ്റെ തലേ ദിവസം ഞാൻ എഴുന്നേൽക്കുമ്പോൾ എനിക്കൊരു വചനം കിട്ടി. 1 സാമുവേൽ 14-ാം അധ്യായം 6-ാം വാക്യം. ആ വാക്യത്തെ ഞാൻ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ എൻ്റെ പേപ്പറാണ് അവരുടെ മുന്നിൽ ഇരിക്കുന്നത്, വിസ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൈനിങ്ങിന് മാത്രമായിട്ട് പെൻഡിങ്ങിന് വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, അവർ എൻ്റെ മുന്നിൽ വെച്ച് തന്നെ എൻ്റെ വിസ എനിക്ക് ആ വിസയ്ക്ക് വേണ്ടിയിട്ട് അവർ അപ്ലൈ ചെയ്തു. അന്ന് രാത്രി തന്നെ എൻ്റെ വിസ അടിക്കുകയും ചെയ്തു. എനിക്ക് എന്താ പറയുക, ആ ദൈവത്തിൻ്റെ ആ ഒരു അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ്. എനിക്കൊരു പെനാൽറ്റി പോലും അടയ്ക്കാതെ ദൈവം എനിക്ക് അവിടെ അത്ഭുതകരമായിട്ട് അവിടെ ചെയ്തു തന്നു. അത് നമ്മളിപ്പോൾ ഒക്കെ വചനത്തെ നമുക്ക് ചേർത്ത് പിടിച്ചിട്ടുണ്ടോ, ദൈവം നമ്മളോട് തന്നെയായിരിക്കും, നമ്മളോട് സംസാരിക്കുന്ന പോലെ തന്നെ നമുക്ക് തോന്നിപ്പോവും. ഈ സമയം അത്രയും നമ്മൾ ഈശോയെ, നമ്മൾ അനുഭവിച്ചായിരുന്ന ഈശോയെ നമ്മൾ പരസ്പരം പങ്കുവച്ചു. നമ്മളെ കേൾക്കുന്നവരിലും ലോകമെമ്പാടുള്ള എല്ലാ നഴ്സസിലും ഈശോയുടെ സ്നേഹം വന്നു നിറയാനും അവിടുന്ന് ഈശോ കൂടുതൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഇടപെടാനും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹീശോയെ, അങ്ങ് ഞങ്ങളിലേക്ക് ചൊരിഞ്ഞ അനന്ത കരുണയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സ്നേഹനാഥ, ഇത്രത്തോളം ഞങ്ങളെ വഴി നടത്തിയതിനെ ഓർത്ത് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല കർത്താവേ. ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സസിനെയും അവരുടെ കുടുംബങ്ങളെയും അവർ ശുശ്രൂഷ ചെയ്യുന്ന ഓരോ രോഗികളെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെയും അങ്ങയുടെ കൃപ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. സ്നേഹനാഥ, അവരങ്ങേ അറിഞ്ഞുകൊണ്ട് അങ്ങേക്ക് സാക്ഷികളായിട്ട് ജീവിക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. ഈ സഹോദരിമാരിലൂടെ ദൈവത്തിൻ്റെ ശക്തമായ പ്രവർത്തികൾ ശ്രവിക്കാൻ സാധിച്ചതിനെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 11-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, മഹത്തായ ശക്തി അവിടുത്തേക്ക് അധീനമാണ്, അങ്ങയുടെ ഭുജബലത്തെ ചെറുക്കാൻ ആർക്ക് കഴിയും? കർത്താവിൻ്റെ മഹനീയമായ ശക്തി നമ്മിലൂടെ അനേകർക്ക് അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കട്ടെ. നമ്മുടെ ജീവിതങ്ങൾ ചുറ്റുമുള്ളവർക്ക് ഒരു വലിയ സാക്ഷ്യമായി മാറട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധയായി മാറട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.